കൂട്ടുകാരെ, നിങ്ങൾ വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടോ? മഴ വരുന്നത് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ. മഴ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തൻ്റെ കൂടെയുള്ളവരോടുമൊത്ത് ആർത്തുല്ലസിച്ച് ആ മഴയിൽ അതങ്ങനെ ഉല്ലസിച്ച് ജീവിക്കും. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരെയും നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. അതാണ് ജീവിതം. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെൻറ്റ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളും നാം കണ്ടില്ല എന്ന് നടിക്കരുത്. അവരുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടിയുള്ളതും. അതുകൊണ്ട് സന്തോഷങ്ങൾ എന്നും പരസ്പരം പങ്കിടണം. ചില കാര്യങ്ങളുടെ വില നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകുന്നവർ അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയുന്നവർ. നമ്മുടെ ജീവിതത്തിൽ എത്ര വില കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലതാണ് സന്തോഷവും സമയവും. രണ്ടും തിരിച്ചു കിട്ടത്തില്ല. എത്ര വില കൊടുക്കാമെന്ന് പറഞ്ഞാലും നമുക്കത് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ സമയത്തിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയും? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാണ്. ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടുകയില്ല എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ നെഞ്ച് കിടന്നൊരു പിടക്കലുണ്ട്. അതറിയണമെങ്കിൽ ശരിക്കും നാം ഒരു പ്രവാസിയാകണം. പ്രവാസിയായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കും. അന്നേരപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അത് മറ്റൊരാളോട് പങ്കിടാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ വിഷമങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കെന്നോ ഇതിനു വേണ്ടിയെന്നോ പോലും അറിയാതെ. ഒന്നും നമ്മളെ തളർത്തരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നമ്മളെപ്പറ്റി എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയില്ല. നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മളോട് ചുറ്റിയിരിക്കുന്ന ഒരാൾക്കും ഒരുപാട് ഉയരങ്ങൾ തേടി ഒട്ടും സമയമില്ലാതെ അലയുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരൊക്കെ അറിയണം, ഒരുപാട് ബാല്യങ്ങൾ ഒന്നിനും സന്തോഷിക്കാൻ പോലും സമയമില്ലാതെ, നേരമില്ലാതെ, കൂടെ ഒന്ന് കളിക്കാൻ പോലും ആരുമില്ലാതെ നഷ്ടമാകുന്ന ബാല്യങ്ങൾ. അത് തിരിച്ചറിയാനുള്ള മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാകണം. വലിയ തിരക്കുള്ള ഒരു സുഹൃത്തിൻ്റെ കഥ ഇപ്പോഴെനിക്ക് ഓർമ്മ വരുന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭയങ്കര തിരക്കായിരുന്നു എനിക്ക്. എൻ്റെ കുട്ടികളെ നോക്കാൻ പോലും സമയമില്ലായിരുന്നു. അവരുടെ കളി ചിരി ഒന്നും അറിയാൻ പോലും സമയമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരെന്നോട് ചോദിച്ചു, ഞങ്ങളോടൊപ്പം ഒന്ന് കളിക്കാമോ? ഞാനത് സമ്മതിച്ചു. അവരോടൊപ്പം കളിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നൊരു തിരക്ക് വന്നപ്പോൾ അതിൻ്റെ പിറകിൽ പോയി. പക്ഷേ എൻ്റെ കുട്ടികൾ അവർ മുകളിൽ നിന്ന് കളിക്കുകയായിരുന്നു. മുകളിലത്തെ നിലയിൽ ഒരു മാവിൻ്റെ കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പിലേക്ക് എത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ആ മാവിലേക്ക് അവരുടെ കൈകൾ പോകുമ്പോൾ അവരുടെ വിശ്വാസം പിന്നിൽ ഞാനുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ആ വിശ്വാസം തെറ്റിപ്പോയി, നഷ്ടപ്പെട്ടുപോയി എനിക്കവർ. ആ മാവിൻ്റെ കൊമ്പിലേക്ക് അവരുടെ കൈകൾ നീളുമ്പോൾ പിന്നിലൊരു കൈ നീളുന്നുണ്ടായിരുന്നു, അച്ഛൻ പിടിക്കുമെന്ന്. പക്ഷേ എൻ്റെ കൈകൾ പിടിക്കാൻ വേണ്ടി അവിടെ ഇല്ലായിരുന്നു. എൻ്റെ തിരക്ക് അതെന്നെ അവരിൽ നിന്നും അകറ്റി. നേരെ താഴേക്ക് വീഴുമ്പോൾ അവർ അവസാനം വിളിച്ചതും എന്നെ തന്നെയാണ്, അച്ഛാ. ആ വിളി ഇപ്പോഴും എൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടിമുഴക്കം പോലെ തന്നെ മുഴങ്ങുന്നുണ്ട്. ഇപ്പോഴും ഓരോ സെക്കൻഡും ഓരോ സമയവും ആ ഒരു സമയത്തെ തിരക്ക് മാറ്റി വെച്ചിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾ ഇപ്പോഴുണ്ടാകുമായിരുന്നു. അവരോടൊപ്പം എനിക്ക് കളിക്കാമായിരുന്നു. ഇപ്പോഴും ആ പിതാവ് ആ വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുകയാണ്. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സന്തോഷത്തിനും സമയത്തിനും വേണ്ടി ഇനി അദ്ദേഹം എന്നും ജീവിച്ചു കൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, ഒന്നിനു വേണ്ടിയും നമ്മളുടെ കുട്ടികളുടെ ബാല്യങ്ങളെ നിരാശരാക്കരുത്. അവരോടൊപ്പം കളിക്കണം, ചിരിക്കണം, സമയം കണ്ടെത്തണം.